ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ വിചാരിച്ചു കുട്ടി വ്ളോഗ് എടുക്കാന്നല്ലേ. അതെ. അപ്പോൾ ഗൈസ് once again welcome back to another episode of Hyasinu Vlogs. അങ്ങനെ നമ്മൾ എല്ലാവരും കണ്ടുപിടിച്ചിരിക്കുന്നു. ദിസ് ഈസ് അതുല്യ, ദിസ് ഈസ് ദിയാക പ്രസാദ്, ദിസ് ഈസ് മിലൻ മേരി, ജോന്ന, ശ്രീഭദ്ര, ഇതാ മീലിയ. ഹായ് ഗൈസ്, അപ്പോൾ നമുക്ക് ശ്രീഭദ്രയിൽ പൈസ ഇല്ല ഗൈസ്. അപ്പോൾ ശ്രീഭദ്രയുടെ ATM കാർഡ് കൊണ്ട് നമ്മൾ ഇവിടെ വന്നിട്ടാണ് ഗൈസ്. എവിടെ ATM വന്നിട്ട് ഗൈസ് പൈസ എടുക്കാം. പൈസ ഉണ്ടെങ്കിൽ നമുക്ക് പൈസ എടുക്കാൻ പറ്റും. എന്താ എങ്ങനെ പോണു നിങ്ങളുടെ വെക്കേഷനൊക്കെ? റിസൾട്ടും കൂടി ഞെട്ടിക്കൽ റിസൾട്ട് ഞെട്ടിക്കൽ എക്സാം കഴിഞ്ഞു, പൊട്ടിക്കൽ റിസൾട്ട്. ഗൈസ് നമുക്ക് അറിയില്ല എവിടെ സ്ഥലത്തൊന്നും, ബട്ട് വി ആർ വാക്കിംഗ്. അവിടെ എത്തിയിട്ട് കാണാം. ക്യൂനിലേക്കാണ് പോണത്. കാരണം നമ്മൾ നടന്ന് ഇനിയും പലകൾക്ക് കുറേ ഉണ്ട്. അപ്പോൾ ഇവിടെ അടുത്ത് ക്യൂനുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ക്യൂനിൽ കയറിട്ട് പോകാമെന്ന് വിചാരിച്ചു. ശ്രീഭദ്ര എങ്ങോട്ടാണ് പോണത്? നമ്മളിപ്പോൾ സർക്കാരത്തേക്ക് ക്യൂനാ പോണത്. അതാണ് ഇവിടെ അടുത്തുള്ളത്. അവിടെ പോയിട്ട് നമുക്ക് കിട്ടിയിട്ട് നമ്മൾ പരാഗി പോകും. ഗൈസ് ഇവരിപ്പോൾ ക്യൂനിലാണ്. എനിക്കിത് ഇഷ്ടമായി. ഇവരിവിടെ കൺഫ്യൂഷനിലാണ്. കൺഫ്യൂഷൻ എന്ത് ചെയ്യണം, എന്താണ് എടുക്കേണ്ടത്, ആ കൺഫ്യൂഷനാണ്. ക്യൂനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഗൈസ് കുറേ തുണി നിരത്തിയിട്ടുണ്ട്. കൺഫ്യൂഷനാണ്. സനു ഒരു ഐഡിയ ഇല്ല ഇതിനെക്കുറിച്ച്. ആർക്കൊരു ബുദ്ധിയില്ലാത്ത മാതിരിയാണ് പറയുന്നത്. നമ്മൾ ഡ്രസ്സ് എടുക്കാൻ ഇപ്പോൾ നമ്മൾ മൂഞ്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മളുടെ തീരുമാനം ഗൈസ് നമ്മൾ ക്യൂനിൽ മുകളിലത്തെ സെഷനും കൂടി ഒന്ന് പോയി നോക്കിയിട്ട് ബാക്കി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം. സനുവിനെ ഏറ്റവും കുട്ടി ഇൻട്രാക്ട് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. കുട്ടി നാണക്കാരിയാണ് ഗൈസ്. അവരവിടെ എന്തെടുക്കണം, എങ്ങനെ എടുക്കണം, എന്തുപോലെ എടുക്കണം എന്നൊക്കെയുള്ള ആലോചനയിലാണ്. നമുക്ക് ഇവിടെ നിന്നും മിക്കവാറും കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പം ഞാൻ മലയാളത്തിൽ ക്യൂട്ട് കുട്ടിയെ കണ്ടുപിട്ടി. സംസ്കൃതി എന്നാണ് കുട്ടിയുടെ പേര്. സുന്ദരിമണി. ഇതൊരു സാധനം. അപ്പൊ നമ്മൾ പരാഗിൽ ക്യൂനിൽ പോയി, പക്ഷെ നമുക്ക് കിട്ടിയില്ല. അപ്പം നമ്മൾ പരാഗി പോവാണ്. ക്യൂനിൽ പോയപ്പോ മെറ്റീരിയൽ ഉണ്ട്, കളറില്ല. അപ്പൊ ഞാൻ ഇല്ല, അവിടെ ഒരുവിധ എല്ലാ ചണ്ടി പണ്ടാരങ്ങളും ഉള്ള ഒരു കടയാണ് ഗൈസ്. അപ്പൊ നമ്മള് ക്യൂനിൽ നിന്ന് ഇറങ്ങി നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനെൻ്റെ അലീമുണ്ട്, പിന്നെ ഫ്രണ്ടിൽ കുറച്ച് പേരുണ്ട്. നമ്മൾ പോവാണ്. നമ്മൾ ക്യൂവിൽ പോയി ഉദ്ദേശിച്ച സാധനം കിട്ടിയില്ല, കളർ കിട്ടിയില്ല, മെറ്റീരിയൽ കിട്ടി, റേറ്റ് ഓക്കെ ഉണ്ട്, പക്ഷേ കളർ ചേഞ്ച് ഇല്ല ഗൈസ്. എന്ത് ചെയ്യും? ഞാൻ ഡാർക്ക് കളറാണ് നോക്കുന്നത്, അതാണ് കിട്ടിയില്ല. നമ്മുടെ പരാഗിലെത്താറായിരിക്കുന്നു. അതാ കാണുന്നു പരാഗ്. ഇവിടുന്ന് കിട്ടിയാൽ മതി. ഇവിടുന്ന് കിട്ടുംല്ലേ? കിട്ടും കിട്ടിയില്ലെങ്കിൽ എന്തെങ്കിലും കിട്ടിട്ട് പോരും. ഒരു ബോധം ബുദ്ധിയിലാണ് കടയിലേക്ക് പോണത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ വേണ്ടത് പറയാൻ അറിയില്ല. അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് പരാഗിന്റെ ഫ്രണ്ടിലാണ്. നമ്മൾ ക്യൂവിൽ നമ്മൾ ക്യൂവിനൊന്നും പറ അപ്പൊ നമ്മള് ക്യൂവിന് നമുക്ക് തുണിയുണ്ട്, പക്ഷെ കളറില്ലായിരുന്നു ഗൈസ്. അപ്പൊ നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഇവിടുന്ന് കിട്ടുന്നതാണ് നമ്മളെ ആത്മാർത്ഥ പ്രതീക്ഷ. ഇത് കിട്ടിയില്ല നമ്മളിങ്ങനെ ഇപ്പൊ കിറ്റ്കാരൊക്കെ മേടിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. വെള്ളം 3 കിറ്റ്കാറ്റ്. ഓക്കെ ഗൈസ്, നമുക്ക് പോവാം. ജോനക്ക് ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ കരുത്തിട്ട് പോവാം. ഓക്കെ, മിലനാണ് ഇവിടുത്തെ കാര്യങ്ങൾ അറിയാം. മിലന്റെ അമ്മ വീടാണ് പരാഗെന്നാണ് മിലൻ പറയണത്. അപ്പൊ മിലനാണ് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി പോണത്. പിന്നെ ഇവിടെ മൊത്തം തമിഴന്മാരും ഗുജറാത്തികളാണ്.
പരാഗിലെത്തി ഗൈസ്. പരാഗിലെത്തിയിട്ട് ഇവർ എന്ത് ചെയ്യാണ്, ഇവർ തുണി എടുത്തോണ്ടിരിക്കുകയാണ്. കൺഫ്യൂഷനാണ് ഇവിടെ എത്തിയിട്ടും എന്തെടുക്കണം എന്ന്. അങ്ങനെ എന്താണ് സാർ തീരുമാനം? സാറ്റിൻ വേണ്ടെന്നല്ലേ പറഞ്ഞേ? അതെ, ശരിക്കും തയ്ച്ചില്ലെങ്കിൽ ബൾജായിട്ടൊക്കെ നിൽക്കും. ജോർജറ്റ് എടുക്കണമല്ലേ നല്ലത്? ജോർജറ്റിൽ തന്നെ വേറെ? യെസ് ഓഫ് കോഴ്സ്. ഇവിടെ ചേട്ടൻ, അവിടെ ആ ചേട്ടൻ വായവിടെ നിൽക്കുന്നു. ഇവിടെ അലീമ സ്വന്തം സൗന്ദര്യം മുടി കെട്ടുന്നത് സൗന്ദര്യം, പിന്നെ മുടി കെട്ടുന്നത് എന്താ സൗന്ദര്യമില്ല ഗൈസ്. അപ്പോൾ ഇതാണ് ഞങ്ങളിവിടെ വെറുതെ ഫുഡ് അടിക്കാൻ വേണ്ടി മാത്രം വന്ന് രണ്ടെണ്ണങ്ങളാണ് ഗൈസ്. അലീമയുടെ ഫോണിൻ്റെ കയ്യിലാണ് ഇത്. അയ്യോ, ഫോൺ കാണില്ല. ഇത് ഏത് നിമിഷവും എൻ്റെ കയ്യിൽ താഴെ വീണ് പൊട്ടുന്നുണ്ടാണ്. മൈ ഗോഡ്, സൂമോട്ടൊക്കെ മറന്നു. അങ്ങനെയാണ് ഇത്. പരാഗിൻ്റെ രാഗത്തിൻ്റെ അപ്പുറത്തുള്ള എവിടെയാണ് അലീമ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത്? നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട്. അത്യാവശ്യം റേറ്റ് ഉണ്ടല്ലേ. വിലയില്ലാണ്ട് ഫ്രീ ആയിട്ട് തരാൻ അമ്മയുടെ കൊണ്ട് കിടന്നല്ല ഗൈസ്. ഇതാണ് അവക്ക്. എനിക്കും രസം തോന്നുന്നു. ഇതാ കണ്ട, അത് മാറ്റ്, ഇതന്നെ മതി. ഇതാ രസം. ഗൗൺ അടിച്ചാൽ മതി, ചുരിദാർ അടിക്കണ്ട. അത് കുഴപ്പമൊന്നുമില്ല, അതൊക്കെ ഇടിക്കാം. കൺഫ്യൂഷൻ ഒടുവിൽ ഭയങ്കര കൺഫ്യൂഷനാണ് ഗൈസ്. ആ ചേട്ടൻ അവിടെ ഇരുന്നു ഗൈസ്. അലീമ എന്താണ് ഇതിനെ പറ്റി പറയാനുള്ളത്? നമ്മൾ ജോനിക്ക് പറ്റിയ തുണിയാണ് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ കാണിക്കുക. ഈ സാധനങ്ങൾ അതൊക്കെയാണ് ഇവരിവിടെ. ആ ചേട്ടൻ പാവം. അപ്പോൾ നമ്മളെല്ലാം എടുത്തിട്ടുണ്ട്. ഫുഡ് കഴിക്കാൻ പോവാം ഗൈസ്. ഇവര് എല്ലാം എടുത്ത് ബില്ലിയ പൈസ ഇപ്പം റിച്ചാണ് ഇത്ര ഗൈസ്. ബില്ല് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് ഇവിടെ ഗൈസ്. ഇതാണ് നമ്മുടെ കട പരാഗ്. ഇതാണ് നമ്മളെ ഹെൽപ്പ് ചെയ്ത ചേട്ടൻ. ചേട്ടാ, വി മിസ് യു. പ്രമോഷൻ അല്ല കേട്ടോ, പ്രമോഷൻ. ഗെറ്റ് ഫ്രീ ഗിഫ്റ്റ്. ഇനിയിങ്ങനെ ഹ്യൂജ് കളക്ഷൻ ഗൈസ്. അലീമ അവിടെ പുറത്താണ്. അലീമ, വൈ ആർ യു പുറത്ത് നിൽക്കുന്നത്? അപ്പോൾ ഇതാണ് നമ്മുടെ തൃശ്ശൂർ അല്ല, ഇതാണ് കട. അലീമയ്ക്ക് കുട്ടീനായിട്ട് ക്രഷ് അടിച്ചത്. അപ്പടി ഇൻട്രസ്റ്റ് ഉണ്ട് അതേ സാധനം അവർ മുന്നിൽ അലീമ അഗൈൻ. നമ്മൾ ലഹരിക്ക് പോവാണ് ഗൈസ് മന്തി കഴിക്കാൻ. റെഡി? ഡ്രസ്സൊക്കെ എടുത്ത് കഴിഞ്ഞ് നമ്മൾ വിശക്കുണ്ട്. ഞങ്ങൾക്കായി വന്ന വണ്ടി പോലെ വിശന്ന് പണ്ടാരടങ്ങി നോട്ടം പിടിക്കണോ നടക്കണോ എന്ന് ആലോചിച്ചിരുന്നപ്പോ ആ ചേട്ടൻ പറഞ്ഞു, മക്കളെ വിശക്കുണ്ടില്ല, അല്ലെങ്കിൽ ഹെതിയിലേക്കല്ലേ പോട്ടെ കയറ്. ഡെസ്റ്റിനി. അപ്പൊ എല്ലാവരും ഫുഡ് കഴിക്കാം, വീട്ടിൽ പോവാ. അത് 1:30 കഴിഞ്ഞു സമയം. എവിടെ പോകുന്നു? മന്തി കഴിക്കാൻ പോകുന്നു ഗൈസ്. ഹായ് ഗൈസ്. അപ്പം നമ്മൾ
ഇപ്പോൾ നെഹദി കുഴിമന്തിയിലേക്കാണ് പോകുന്നത്. ആ നെഹദിക്ക് പോയി കുഴിമന്തി കഴിക്കും. ബൈ. ഗേസ് ഫുഡ് കഴിച്ചിട്ട് കാണാം. ബൈ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഞങ്ങളിനി ഞങ്ങളുടെ കയ്യിൽ നിന്ന് അത്യാവശ്യം നേരെ പൈസ പൊട്ടി. എന്താ ചെയ്യാ? അല്ല നമ്മളുണ്ടല്ലോ, നമ്മളിപ്പോ ഇനി ബസ് കാത്തിക്കാണ്. ഇവര് വടക്കേ സ്റ്റാൻഡിലാണ്. ഞാനും ഈ ചാനലിന്റെ ഓണറും കൂടിയിട്ട് ശക്തനിക്ക് പോവാണ്. ഞങ്ങൾ അമ്മ വീട്ടിലാണ് നിൽക്കുന്നത്. സോ ഞങ്ങൾക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പോൾ ചാനലിന്റെ ഓണർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് വടക്കേ സ്റ്റാൻഡിലേക്ക് ഇവരുടെ കൂടെ പോകണമെന്നാണ്. ഇവരുടെ കൂടെ പോകണമെന്നാണ്. അപ്പോൾ ഞാനത് യോജിക്കുന്നില്ല. എന്തിനാണ് വെറുതെ നമ്മൾ വെറുതെ പൈസ ചെലവ് എന്തിനാണ് കിട്ടുന്നത്? അതെന്നെയാ പറഞ്ഞ പൈസ കൂടുതൽ ചെലവായില്ല. ഇനിയിപ്പൊ ചെലവാക്കൊന്നുമില്ല. അയ്യോ ഇനി ഡ്രസ് അടിക്കാൻ പൈസ ബസ് കിട്ടി ഗൈസ്. നമ്മളപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ്. എടി ഇതെങ്ങനെ അടി ക്യാമറ തിരിക്കാൻ പറ്റിയത് വീഡിയോ എടുക്കുമ്പോൾ? ലൈൻ കട്ട് കഴിഞ്ഞിട്ടില്ല. വൈകിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് പറയാനുള്ളത്? എൻ്റെ മെറ്റീരിയൽ അമ്മീരുടെ ഉണ്ട് ഗൈസ്. അപ്പോൾ അവളെ എൻ്റെ മെറ്റീരിയൽ കൊണ്ടാണ് പോയിക്കണത്. കാരണം ഇപ്പം എൻ്റെ ഒന്നുമില്ല. വന്നപ്പോൾ തിരിച്ചു പോവാണ്. ഇപ്പം അവളുടെ കയ്യിൽ പൈസ പോയി. അവളുടെ കയ്യിലൊന്നുമില്ല.